എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഫോക്കസ് ഓൺ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രായഭേദമന്യേ നമ്മുടെ ചുറ്റുപാടുകളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ. ഇതിൽ മുതിർന്നവരിലെ ആത്മഹത്യയുമുണ്ട്, കുട്ടികളിലെ ആത്മഹത്യയുമുണ്ട്. മുതിർന്നവരിലെ ആത്മഹത്യയുടെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവെക്കുവാൻ ശ്രമിക്കുന്നു. എൻ്റെ ഈ ചാനൽ ലൈഫിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ലൈഫിനെ സ്വയം ഇല്ലാതാക്കുന്ന ഈ വിഷയം പങ്കുവെക്കുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരവുമല്ല. ആരും ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്. മനുഷ്യത്വമുള്ള എല്ലാവരെയും ഒരുപോലെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു അമ്മ പെൺമക്കളുമായി റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു അത്. ആ അമ്മയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യങ്ങൾ ഇതിനോടകം മാധ്യമങ്ങൾ കൂടി നാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ഭർത്താവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലതും ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ചിലത് കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ഇനിയെങ്കിലും പൊതുസമൂഹം അറിയേണ്ട ചില വസ്തുതകൾ. ഇനി ഒരിക്കലും ഒരാളും ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ ഇടയാകാതിരിക്കണം. കല്യാണം കഴിപ്പിച്ച് വിട്ടതുകൊണ്ട് മാത്രം ഒരു പെൺകുട്ടിയോട് മാതാപിതാക്കന്മാർക്കുള്ള കടമ കഴിഞ്ഞുവെന്ന് വീട്ടുകാർ ചിന്തിക്കരുത്. മറ്റുള്ളവരോടുള്ള വാശിയും വൈരാഗ്യവും തീർക്കാൻ ആരുടെയും ജീവിതമെടുത്ത് ഉപയോഗിക്കരുത്. ആൺമക്കളെയും പെൺമക്കളെയും ഒരുപോലെ കാണുവാൻ, കരുതുവാൻ, സ്നേഹം പങ്കിടുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഇവിടെ ഈ മാതാപിതാക്കൾക്ക് ആദ്യം ജനിച്ച കുട്ടിയാണിത്. 5 കുട്ടികളിൽ മൂത്ത കുട്ടിയെ ഈ കുട്ടിക്ക് സ്വന്തം പിതാവ് പോലും ഒരു സമാധാന വാക്കോ ആശ്വാസവാക്കോ പറഞ്ഞില്ല എന്നതാണ് വളരെ ദുഃഖകരമായ അവസ്ഥ. സഹിക്കാവുന്നവൻ്റെ പരമാവധി സഹിച്ചിട്ട് വേറെ നിവൃത്തിയില്ലാതെ സ്വന്തം ഭവനത്തിൽ വന്നപ്പോൾ അവിടെയും കുത്തുവാക്കുകളും സംരക്ഷണം നൽകില്ല, പെൺകുട്ടികളെ കൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് തോന്നിയിട്ടാണ് വീട്ടിൽ നിന്നും അടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് കുട്ടികളെ വലിച്ചു കൊണ്ടുപോയത്. ജനിപ്പിച്ച പിതാവിന് പോലും എന്നോട് കരുണ കാണിക്കാൻ കഴിയുന്നില്ല എന്ന തോന്നലിൽ ഇനി ജീവിതം മുന്നോട്ട് പോകാൻ മക്കളുടെ അമ്മയ്ക്ക് കഴിയില്ല എന്നതാണ് കാരണം. പെൺമക്കളെ കൂടുതൽ കരുതുകയും അവരുടെ മാനസികാവസ്ഥയെ മനസ്സിലാക്കുകയും ചെയ്യാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് അവരവരുടെ മാതാപിതാക്കൾക്കാണ്. ഇവിടെ സ്വന്തം പിതാവിന് മകളോടും കൊച്ചുമക്കളോടും അനുകമ്പയോ മനസ്സലിവോ തോന്നിയില്ല എന്നതും, ക്രൂരമായ രീതിയിൽ കൊച്ചുകുട്ടികളെ ഇവിടെ താമസിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്, നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത്, എവിടെയെങ്കിലും കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞത്, ഇതൊക്കെ കൊണ്ടാണ് റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. സ്വന്തം ഭർത്താവ്, ഭർത്താവിൻ്റെ സഹോദരനായ അച്ഛൻ, സ്വന്തം പിതാവ്, ഇവരൊക്കെ പ്രധാന കാരണങ്ങളാണെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മതവും സമൂഹവും ക്രിസ്ത്യാനിയാണെങ്കിൽ അവരുടെ ഇടവക വികാരി, ഇടവകയിലെ ജനങ്ങൾ, അവിടുത്തെ കൂട്ടായ്മകൾ എല്ലാം അവിടെ പരാജയപ്പെട്ടു എന്നതാണ് വാസ്തവം. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന പ്രധാനമായി 3 ഘടകങ്ങളാണ്. ഒന്ന്, ജീവിതത്തെ ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തോന്നലിൽ നാളെ എന്താകുമെന്ന ആശങ്കയിൽ ജീവിതം അവസാനിപ്പിക്കാൻ തുനിയുന്നവർ. 2, ചതിയും വഞ്ചനയും നിമിത്തം ജീവിതത്തെ ഇല്ലാതാക്കി എന്ന തോന്നലിൽ ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുന്നവർ. 3, അറിവില്ലായ്മയിൽ ചെയ്തു പോയ തെറ്റുകൾ കാരണം, കുറ്റബോധത്താൽ അല്ലെങ്കിൽ അറിവില്ലായ്മയിൽ പറ്റിയ അബദ്ധങ്ങൾ നിമിത്തം ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നവർ. എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങൾ പലർക്കും പലതാകാം. ആത്മഹത്യയിലേക്ക് നയിച്ചവർ പിന്നീട് മാന്യന്മാരായി ഈ ലോകത്ത് ജീവിക്കുമെന്നതാണ് മറ്റൊരു വസ്തുത. കാരണം മാധ്യമങ്ങളും പൊതുജനവും അടുത്ത മറ്റൊരു വാർത്ത വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകുന്നതോടെ ഈ സംഭവം മറക്കും. സംഭവങ്ങൾക്കും വാർത്തകൾക്കും ഒരു ക്ഷാമവുമില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആളുകൾ ഇതൊക്കെ മറന്നുപോകും. ഇവിടെ ഭർത്തൃ വീട്ടുകാരെ പോലെ തന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചതിന് കാരണക്കാർ സ്വന്തം വീട്ടുകാർ കൂടിയാണ്. മരണപ്പെട്ട സഹോദരിയുടെ മൊബൈൽ ഫോൺ പോലീസ് ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും ഒളിപ്പിച്ചു വെച്ചു എന്നത് തന്നെ സ്വന്തം പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യത്വമില്ലാത്ത മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ കൂടുതലായി നമുക്കിപ്പോൾ നമ്മുടെ ചുറ്റുപാടിലും കാണാം. പുരോഹിതരും കന്യാസ്ത്രീകളുമുള്ള കുടുംബത്തിലായതുകൊണ്ടോ ഉയർന്ന സാമ്പത്തികമുള്ളതുകൊണ്ടോ ഒന്നും മനുഷ്യത്വം ഉണ്ടാകണമെന്നില്ല. ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ പ്രബുദ്ധരായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടുകാർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലാണ് പ്രായഭേദമന്യേ ആത്മഹത്യാ പരമ്പര വർദ്ധിച്ചു വരുന്നതായി കാണുന്നത്. വലിയ വാർത്ത ആകാതെ പോയൊരു ആത്മഹത്യ കൂടി ഇതിനിടയിൽ നടന്നിരുന്നു. പ്രശസ്തനായ ഡോക്ടർ ആത്മഹത്യ.
ജോലിയോ സാമ്പത്തികമോ അറിവോ പ്രശസ്തിയോ വ്യത്യാസമില്ലാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നതിന് മറ്റ് തെളിവുകൾ തേടേണ്ടതില്ലല്ലോ. നമുക്ക് നമ്മളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ജീവിതമാകുന്ന യുദ്ധഭൂമിയിൽ നിന്നും ഉള്ള ഒരു ഒളിച്ചോട്ടമാണ് ആത്മഹത്യ. അമിതമായി ആരെയും വിശ്വസിക്കാതെ അവരവർക്ക് അവരവരിൽ തന്നെ ഏത് പ്രതിസന്ധിയിലും പൊരുതി തോൽപ്പിക്കാനുള്ള ആത്മവിശ്വാസം നേടണം. പലപ്പോഴും സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ആവാതെ സ്വയം നശിക്കാൻ തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്ന മനക്കരുത്ത് എന്തുകൊണ്ട് അവരുടെ പ്രതിസന്ധികളെ നേരിടാൻ ശ്രമിക്കുന്നില്ല എന്നൊരു മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആത്മഹത്യ ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാകാം. എന്നാൽ ജീവിക്കാൻ ഒന്നേ ഉള്ളൂ കാരണം. അത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസവും പ്രത്യാശയുമാണ്. ആരൊക്കെ എന്തൊക്കെ നഷ്ടമായാലും നമ്മുടെ സ്വന്തം ജീവിതം അതിൻ്റെ വില വളരെ വലുതാണ്. അത് സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്. സങ്കടങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിനിടയിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് കിട്ടിയേക്കാം. നമുക്ക് കിട്ടിയ മഹാഭാഗ്യമാണ് നമ്മുടെ ജീവിതം. അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നാം ആയിരിക്കുന്ന സമൂഹത്തിന്, പ്രകൃതിക്ക്, ചുറ്റുപാടുമുള്ള പലതിനും വെളിച്ചം പകരാൻ, സന്തോഷം പകരാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മുടെ ജീവിതത്തിനുണ്ട്. ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ് ജീവിതം. ആത്മഹത്യ എന്നത് സ്വയം നശിക്കുക എന്നത് മാത്രമല്ല, നേടിയെടുക്കാനും അനേക നല്ല പ്രവൃത്തി ചെയ്യേണ്ട ഉദ്യമത്തിൽ നിന്നും പിന്മാറിപ്പോവുക കൂടിയാണ്. ആസ്വദിച്ച് ജീവിക്കാനുള്ളതാണ് ജീവിതം. ആത്മഹത്യ എന്നത് സ്വയം നശിക്കുക എന്നത് മാത്രമല്ല, നേടിയെടുക്കാനും അനേക നല്ല പ്രവൃത്തി ചെയ്യേണ്ട ഉദ്യമത്തിൽ നിന്ന് പിന്മാറിപ്പോവുക കൂടിയാണ്. നമ്മുടെ മുഖത്തെ ഒരു ചെറിയ പുഞ്ചിരി പോലും മറ്റുള്ളവർക്ക് പ്രയോജനവും കരുത്തും പകരും. ഈ വലിയ ജീവിതത്തിൽ അനേകരെ ചേർത്ത് നിർത്താൻ നമുക്ക് എല്ലാവർക്കും കഴിയും. ഒരു നിമിഷത്തെ മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട് നമുക്ക് കിട്ടിയൊരു വലിയ ജീവിതം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇനി ഒരു ആത്മഹത്യ കേൾക്കാനും ഇടയാകരുത്. കൺമുന്നിൽ കാണുന്നതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മനോഹരമാക്കി മാറ്റുവാൻ ഫോക്കസ് ഓൺ ലൈഫിലൂടെ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആൽബർട്ട് യോഹന്നാൻ. താങ്ക് യു. നന്ദി. നമസ്കാരം.